പെരുമ്പാവൂരിലെ ജിഷ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള വിനീത, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വീട്ടമ്മ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിജയകുമാറും ഭാര്യ മീര, ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ. അതായത് ഇതൊന്നുമല്ല, ഇതിലും കൂടുതൽ കേസുകളാണ്, ഇതിലും കൂടുതൽ ആൾക്കാരെയാണ് നമ്മൾ അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ നമ്മൾ ബഹുമാനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊറോണ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവന്മാരെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. ഈ അതിഥി തൊഴിലാളികൾ അവന്മാരെ തൊട്ടുകൂടാ, ഒന്നും പറഞ്ഞുകൂടാ, അവന്മാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അനുസരിച്ചോളണം. അവന്മാരുടെ കൊറോണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഴിഞ്ഞാടിയിട്ട് വരെ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വന്നു. കാരണം എന്താ, അതിഥി തൊഴിലാളികളാണ്, അവരെ നമ്മൾ തൊട്ടുകൂടാ, അവരെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായ ശിക്ഷയാണ് എന്നുള്ള തരത്തിൽ. പക്ഷെ അവരെന്താണ് ചെയ്തത്, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുച്ഛിച്ചിട്ട് ഈ മലയാളികൾ മണ്ടന്മാരാണോ എന്നാണ് അവന്മാർ പറയുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ത്രീകളാ, ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 125ഓളം ആൾക്കാരാണ് ഇവന്മാർ ജയിലിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കേസുകൾ. ഈ കേസുകൾക്ക് കുറച്ചെങ്കിലും ഒരു ശമനം ഉണ്ടായത് കൊറോണ കാലത്ത് ഈ നാറികളെല്ലാം കൂട്ടത്തോടു കൂടി ഇവന്മാരുടെ നാട്ടിലേക്ക് പോയിരുന്നു. അതിനുശേഷമാണ് കുറച്ചെങ്കിലും ഒരു കുറവുണ്ടായത്. ഇപ്പോഴിതാ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും വിജയകുമാർ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിരവധി വീട്ടമ്മമാരെ ഇവന്മാരെ മാനഭംഗപ്പെടുത്തിയിട്ടും ക്രൂരമായി പീഡിപ്പിച്ചിട്ടുമാണ് മുകളിലേക്ക് അയച്ചത് എന്നുള്ളതാണ്. ഇവന്മാർ അതിഥി തൊഴിലാളികളല്ല, ഇവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ അന്തകന്മാർ എന്നേ ഞാൻ പറയുള്ളൂ. അന്തകന്മാരാണ് ഇവർ. ഈ ചെറ്റകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാ മേഖലകളിലും ഇവന്മാർ തന്നെയാണ്. പക്ഷെ ഇവന്മാരൊക്കെ നല്ലതാണോ? ഒരിക്കലുമല്ല. ഇവന്മാർ നല്ലതാണെന്ന് നമ്മളെല്ലാവരും വിചാരിക്കും. ഇവന്മാരുടെ സ്നേഹവും പരിഗണനയും ഇതൊക്കെ കാണുമ്പോൾ ഇവർ ഭയങ്കരമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ, ഇവന്മാർ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവരല്ല. അതായത് നല്ലവരാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിലുള്ള നല്ലവരും അതുപോലെ വിദ്യാഭ്യാസമുള്ളവരും പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ആസാമികളായ നല്ലവരും അവരൊന്നും ഇങ്ങോട്ട് വരത്തില്ല. ഇങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ അവൻ്റെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നും അടിച്ചോടിക്കുമ്പോൾ വന്നിട്ട് ഇവിടെ അടിയുന്ന ഈ സാധനങ്ങളാണ് ഈ അതിഥി തൊഴിലാളികൾ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തങ്ങാറ്റം ഇവന്മാരുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവന്മാർ ഏത് നിമിഷവും ഇവന്മാരുടെ മനസ്സ് മാറാമെന്നുള്ളതാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളികൾക്ക് പൊതുവെ എന്ത് കാര്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളികളെ മതി. അതായത് 10 രൂപ കുറച്ച് കൊടുത്താലും മതി. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, ഇത് ചിലപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അവൻ കുടുംബത്തോടു കൂടി തീർത്തിട്ട് പോകും. അതാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ. ഇപ്പോഴും കഴിഞ്ഞ ദിവസമാണ് വിനീത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരെ കൊലപ്പെടുത്തിയ ഒരു അതിഥി തൊഴിലാളി, അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് പറയാൻ വേറൊന്നും പറഞ്ഞുകൂടാ. അവനെ എന്ന് പറഞ്ഞാൽ വധശിക്ഷക്കാണ് വിധിച്ചിരിക്കുന്നത്. എന്താ കാരണം എന്നറിയാം? അതായത് അവൻ്റെ നാട്ടിൽ 3 പേരാ കൊലപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നിട്ട് ചായക്കടയിൽ ജോലി ചെയ്യുന്നത്. ഇതാരെങ്കിലും അറിഞ്ഞോ? അതായത് അവിടെ 3 കൊലപാതകം ചെയ്തിട്ട് അതിൽ നിന്നും ജാമ്യം കിട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടുന്ന് മുങ്ങിയിട്ട് ഇവിടെ വന്നിട്ടൊരു ചായക്കടയിൽ ജോലി ചെയ്യുന്നു. ആ ചായക്കടയിൽ ജോലി ചെയ്തപ്പോൾ ഒഴിവ് സമയത്ത് ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഈ പാവം വീട്ടമ്മയായ ഈ യുവതി, അതായത് ഈ വിനീത എന്ന് പറയുന്ന ഭർത്താവൊക്കെ മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവരൊരു അഗ്രികൾച്ചർ ഈ ചെടിയൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ മുതലാളി വിളിച്ചു പറഞ്ഞു, ഇതാ 2-3 ആൾക്കാർ വരുന്നുണ്ട്, നീ അവർക്കൊന്ന് ചെടി എടുത്തു കൊടുക്കണേ, ഞായറാഴ്ചയല്ലേ എന്ന് പറയുകയും ചെയ്തു. അടുത്തൊന്നും കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഈ സ്ത്രീ അവരെ കാത്തിരിക്കുകയാണ്. ആ ഒരു നിമിഷത്തിലാണ് ഇവൻ അതുവഴി പോകുമ്പോൾ ഈ സ്ത്രീ ഒറ്റയ്ക്കാണ് അവിടെ മനസ്സിലാകുന്നു. അങ്ങനെ ഇവൻ കയറിയിട്ട് ഈ സ്ത്രീയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് CCTVയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് അരിച്ചു പൊറുക്കിയതിന് ശേഷമാണ് ഇവനെ പിടികൂടിയതിന് ശേഷമാണ് ഈ ഒരു വലിയ സംഭവം മനസ്സിലാകുന്നത്. അതായത് ഇവൻ്റെ നാട്ടിൽ വെച്ചിട്ട് ഒരു അമ്മൂമ്മയെയും അതുപോലെ അപ്പൂപ്പനെയും കൊച്ചുമകളെയും ഇവൻ കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്ത ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് നശൂലങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മളീ പറയുന്ന അതിഥി തൊഴിലാളികൾ. പിന്നെന്ന് പറഞ്ഞാൽ ഇവന്മാരെ കയ്യിലെടുത്തുകൊണ്ട് മലയാളികളാണോ അല്ലെങ്കിൽ ഇനി കൊലയാളികളാണോ പ്രൊഫഷണൽ കൊലയാളികളാണോ എന്നൊന്നും അറിയില്ല, ഇവന്മാരെ കയ്യിലെടുത്തുകൊണ്ട് പലതും നടത്തുന്നുണ്ട്.
അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കോട്ടയം വിജയകുമാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ബിസിനസ്സുകാരൻ്റെ മരണമാണ് ഇപ്പോഴും ഇവന്മാരെ എല്ലാവരെയും, അതായത് അതിഥി തൊഴിലാളികളെ എല്ലാവരെയും സംശയത്തിൻ്റെ മുൾമുനയിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവന്മാരെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവന്മാർ എങ്ങനെയുള്ള ആൾക്കാരാണ്, എങ്ങനെയാണ് ഇവന്മാർ, നീ അങ്ങനെ ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ ഇവന്മാർ ഭയങ്കര പകയുള്ള ടീമുകളുമാണ്. ഈ ഹോട്ടലിലൊക്കെ വന്നിട്ട് ഇവന്മാർ പലതരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മളെല്ലാം ആർത്തിയോടുകൂടി കഴിക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളാരും കാണുന്നില്ല. ഒരു ക്യാമറ വെക്കുന്നുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നമുക്ക് കിച്ചൺ കാണാൻ കഴിയുന്നുണ്ട്. കിച്ചൻ്റെ അകത്തുള്ള വൃത്തിഹീനമായ ചുറ്റുപാടുകൾ, അതുപോലെ ഇവന്മാരുടെ എന്താ പറയേണ്ടത്, ഈ പാൻപരാഗ് വാൻസൂല്ലാണ്ട് ഇവന്മാർക്ക് പറ്റൂല. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് മലയാളികൾ ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു സംസ്ഥാനത്ത് ഇവന്മാർക്ക് പോകാൻ പറ്റൂല. വേറെ ഒരു സംസ്ഥാനത്ത് പോയിട്ടും ഇമാതിരി കൂറത്തരം ചെയ്താൽ അവിടെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാനില്ലല്ലോ. ഈ കന്നഡക്കാരും തമിഴന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനില്ല. നല്ല രീതിയിൽ ഇതാക്കും എന്നുള്ളത് കൊണ്ട് വേറെ എവിടെയും പോയിട്ട് ഇവന്മാർ കളിക്കത്തില്ല. ഇവന്മാർക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും സുരക്ഷിതത്വമായ ഒരു സ്ഥലം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കേരള. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഒരു സംരക്ഷണവും അത് കാണുമ്പോൾ തന്നെ ഇവന്മാർ ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇവന്മാർ പലപ്പോഴും എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ മലയാളികളായ മണ്ടന്മാരെ നിങ്ങൾക്ക് ഇനിയും വിവരായില്ലടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത്രയും പാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് നമ്മൾ എത്ര പേരെയാണ് തീറ്റിപ്പോറ്റുന്നത്. ഈ ഗോവിന്ദച്ചാമി അടക്കമുള്ളവനെ നമ്മളൊക്കെ തീറ്റിപ്പോറ്റുന്നില്ലേ? നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ടാണ് ഇവന്മാരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവുകേട് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയ സാധനങ്ങൾ, നമ്മൾ എല്ലാ കാലത്തും ആഘോഷിക്കുന്ന ഒരുപാട് കള്ളന്മാരുടെ പേരുകൾ എന്തിനിങ്ങനെ ആഘോഷിക്കണം? ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു തട്ടുകേടാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയാലോ. അതുപോലെ എന്തെങ്കിലും ചെയ്തുകൂടെ? എന്തിന് ഇവന്മാരെ വീണ്ടും തീറ്റി പോറ്റുന്നു എന്നാണ് എനിക്കത് പറയാനുള്ളത്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിജയകുമാറിൻ്റെ കേസ് തന്നെ, അവനാണെങ്കിൽ ജയിലിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അവന് തോന്നി ഇവിടെ ജയിലാണ് സുഖം. അതായത് ജയിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചിക്കനും മട്ടനും കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് വെളിയിലാണെങ്കിൽ ഇതിനൊക്കെ പൈസ കൊടുക്കണം. അപ്പം അവനത് മനസ്സിലായപ്പോൾ അവനെന്ത് ചെയ്തു, ഇത് കൃത്യമായിട്ട് ചെയ്തിട്ട് അവൻ പിടികൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവൻ രക്ഷപ്പെടാൻ നിന്നില്ല. പാപം, ഒരു രക്ഷപ്പെടാനും അവൻ നിന്നിട്ടില്ല. രക്ഷപ്പെടാൻ തന്നെ അവൻ പറയുന്നത്. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പിടികൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടില്ല അവൻ ഈ കളിയൊക്കെ കളിച്ചത്. അപ്പം ഇതുപോലെ നമ്മുടെ എല്ലാം പൈസക്ക് തീറ്റിപ്പോറ്റുക. ഇപ്പോഴാണെങ്കിൽ ആ ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന അവനെയൊക്കെ കാണുമ്പോലെ അയ്യോ കഷ്ടായിരുന്നു. അവൻ്റെയൊക്കെ രൂപം ചില ആൾക്കാർ പറയുന്നേക്കാം. അവനൊക്കെ എന്ന് പറഞ്ഞാൽ തടിച്ച് കൊഴുത്തിട്ട് എന്താ പറയേണ്ടത്, കുട്ടിയാനേനെ പോലെ ഇപ്പോൾ ഇരിക്കുന്നതെന്ന്. അതിനൊന്നും ഭക്ഷണം വരെ കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഇങ്ങനെ പുറത്ത് വരുമ്പോഴേക്ക് ഇങ്ങനെ ജീവനില്ലാതെ ആയിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ തടിച്ച് കൊഴുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഇനിയും പല ട്രെയിനുകളിലും കയറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഏതെങ്കിലും സുപ്രഭാതത്തിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് വരും, അത് ഉറപ്പാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പിന്നെന്താ കൊണ്ട് വധശിക്ഷ റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ യുവമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾ, ഒരു 20-25 വർഷം കഴിയുമ്പോൾ യുവമാർ പുറത്ത് വരും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അതിഥി തൊഴിലാളികളല്ല, അവർ കൊലത്തൊഴിലാളികളാണ്. ഇതെപ്പോൾ നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ 10 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് ഇവന്മാരെ വീട്ടിൽ ജോലിക്ക് വെക്കുമ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, മുതലാളിമാരോട് പറയുകയാണ്, അതായത് നിങ്ങൾ സുരക്ഷിതമല്ല. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ ഡോറും വലിയ പൂട്ടും വലിയ ഈ എന്താ പറയേണ്ടത് വലിയ കമ്പനീൻ്റെ സാധനങ്ങളെല്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ ജീവന് യാതൊരുവിധ ഇതുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ അതിഥി തൊഴിലാളികളെ പിന്നെ എന്താ പറയുക പരമാവധി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് തന്നെ ജോലി കൊടുക്കുക. ഒരുപാട് പാവങ്ങളുണ്ട് ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നത്, അവർക്കൊക്കെ ജോലി കൊടുക്കുക. ഇതുപോലെയുള്ള എന്ത് പറഞ്ഞാലും കേൾക്കും, എന്ത് പറഞ്ഞാലും കേൾക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ അതിഥി തൊഴിലാളികളെ പലരും ഈ ഒരു പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. അതായത് അവർ മാത്രമാണ് തൊഴിലാളികൾ, അല്ലെങ്കിൽ അവർ മാത്രമാണ് എല്ലാം ചെയ്യുന്നത്. ഒരു മണ്ണാങ്കട്ടിയല്ല. നമ്മളൊക്കെ പണം ഉണ്ടാക്കുന്നത് എന്തിനാ? ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. ആ ജീവനില്ലെങ്കിൽ പിന്നെ ഈ പണത്തോണ്ട് വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 10 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് ഇമാതിരി പോക്കൃത്തരമാര് ചെയ്യരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയിലിൽ കിടക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഈ ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാരെ പീഡിപ്പിച്ചിട്ടും അങ്ങനെ കൊലപ്പെടുത്തിയ ടീമുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇവന്മാരെ ഒരു കാരണവശാലും നിങ്ങൾ വിശ്വസിക്കരുത്, വളരെയധികം സൂക്ഷിക്കണം. ഇവരവിടെ നിന്നും വരുന്നത് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ നിന്ന് അടിച്ച് ഓടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയുകയാണ്, എനിക്കൊരു ലൈക്ക് വേണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അവകാശമാണ്. ഷെയർ ചെയ്ത് കൊടുക്കുക, നാലാൾ അറിയട്ടെ. നന്ദി, നമസ്കാരം.